വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു ജാക്കറ്റ് അറ്റാച്ച്ഡ് മോഡൽ കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ജോർജറ്റിൻ്റെ ഈ ഒരു മെറ്റീരിയൽ 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇത് നേരിയ തുണി ആയതുകൊണ്ട് തന്നെ ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ഞാൻ സമ്മർ കൂളിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. അതും 3 മീറ്റർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് യോക്ക് പോർഷനിൽ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള നെറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഒരു ജാക്കറ്റ് ടൈപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ 1/2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി ലൈനിങ്ങിലും മെയിൻ ഫാബ്രിക്കിലും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ലൈനിങ്ങും 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. മെയിൻ ഫാബ്രിക്കും 4ആയിട്ട് തന്നെയാണ് മടക്കിയിട്ടിരിക്കുന്നത്. ബാക്ക് ഭാഗത്തേക്കും ഫ്രണ്ട് ഭാഗത്തേക്കും വേണ്ടിയിട്ടാണ് ഇതേപോലെ മടക്കിയിട്ടിരിക്കുന്നത്. ലൈനിങ് മെറ്റീരിയലും മെയിൻ മെറ്റീരിയലും ചേർത്ത് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അളവുകൾ മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് ഞാൻ 16 ഇഞ്ചിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 15 ഇഞ്ച് ലെങ്ത്ത് മതി. 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 16 ഇഞ്ചിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഷോൾഡർ 7.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോൾ ലെങ്ത്തും 7.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ആം ഹോൾ കർവ് വരച്ചെടുക്കണം. ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കാം. ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന മേൽഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തു. അത് ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 40 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. 2 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്ത് കൊടുത്തു. വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് 36 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. 1 ഇഞ്ച് ടക്സ് ഇടുന്നതിന് വേണ്ടി മാർക്ക് ചെയ്തെടുത്തു. 2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ജോയിൻ ചെയ്തൊന്ന് വരച്ചെടുക്കാം. ഇനി ആം ഹോൾ കർവ് ഇതേപോലെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കാം. ഇനി ഈ ഒരു ഓപ്പൺ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം കേർവ് ഷേപ്പിൽ ഇതേപോലെ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ടക്സിന് വേണ്ടിയിട്ടുള്ള പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ചിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തു. ടക്സിൻ്റെ ലെങ്ത്തും 4 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ട് നെക്ക് ക്യാൻവാസിലാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നില്ല. ജസ്റ്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. വിഡ്ത്ത് 3 ഇഞ്ചിലും മാർക്ക് ചെയ്തെടുത്തു. അതൊരു ബോക്സായിട്ട് വരച്ചെടുത്ത ശേഷം ഫ്രണ്ട് ഭാഗത്ത് യു ഷേപ്പിലാണ് നെക്ക് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. വിഡ്ത്ത് 3 ഇഞ്ച് തന്നെയാണ്. അതും ഇതേപോലെ ഒന്ന് ബോക്സായിട്ട് വരച്ചെടുത്ത ശേഷം അതിനകത്തും യു ഷേപ്പിൽ തന്നെയാണ് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റ് ജോയിൻ ചെയ്തൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൻ്റെ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ട് ലെങ്ത്ത് എനിക്കിവിടെ 35 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 37 ഇഞ്ചിൽ 2ആയിട്ട് തുണി മടക്കിയിടാം. സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് ആദ്യം നീളം ഭാഗത്തേക്ക് മടക്കിയിട്ടു. ഇനി നമുക്കിത് വീതി ഭാഗത്തേക്ക് ഇതേപോലെ ഒന്നും കൂടി മടക്കിയെടുക്കാം. അങ്ങനെ 4ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത് ലെവലിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡിൽ ഇതേപോലെ 2 3 പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നീങ്ങി പോകാണ്ടിരിക്കും. ഈ ഒരു സ്കേർട്ട് പാർട്ട് പാനൽ കട്ടായിട്ടാണ് ചെയ്തെടുക്കുന്നത്. 6 പാനലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗം, അതായത് അതിൻ്റെ സീം അലവൻസും കൂടി ചേർത്തിട്ട് 11 ഇഞ്ചിലായിരുന്നു ഞാൻ കട്ട് ചെയ്തെടുത്തിരുന്നത്. അത് നമുക്ക് ഈ സ്കേർട്ട് പാർട്ടിൽ മാർക്ക് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ബാക്കി 11 ഇഞ്ചിൽ 8 ഇഞ്ച് താഴെ ഭാഗത്താണ് മാർക്ക് ചെയ്തെടുക്കുക. ഈ ഒരു 3 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടി ചേർത്ത് 3.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അവിടെ നിന്നും താഴോട്ടേക്ക് 4.5 ഇഞ്ചിൽ സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും താഴോട്ടേക്കാണ് ചെരിച്ച് വരച്ചെടുക്കുന്നത്. ആ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോർഷനിൽ നിന്നും താഴോട്ടേക്കാണ് ചെരിച്ച് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു 3 ഇഞ്ച് കഴിഞ്ഞ് ബാക്കി വരുന്ന 8 ഇഞ്ച് നമ്മുടെ ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ഓപ്പൺ സൈഡിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുക. 8ൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി ഞാനിവിടെ സീം അലവൻസും ചേർത്തിട്ട് 8.5 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ഈ പാനൽസ് നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ചും കൂടി കൂടുതൽ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിരിക്കുന്ന ആ ഒരു 4.5 ഇഞ്ചിൽ നിന്നും താഴോട്ടേക്ക് ഇതേപോലെ ചരിച്ച് വരച്ചിട്ട് ഈ ഒരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള താഴെ ഭാഗത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം.
ഇനി കട്ട് ചെയ്തിട്ടുള്ള ഈ ഭാഗത്തെ പീസ് നേരെ തിരിച്ച് ഈ ഒരു പീസിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം നമ്മൾ ആ ഒരു സെൻട്രൽ പീസുമായിട്ട് ചേർത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെയാണ് ഈ ഒരു പീസുകൾ ജോയിൻ ചെയ്തെടുക്കുക. ഈ ഒരു പീസിൻ്റെ അടിവശം ഇതേപോലെ ജോയിൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് സെൻട്രൽ ഭാഗത്തായിട്ട് ഈ ഒരു പീസും രണ്ട് സൈഡിൽ ഈ പീസിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഇതേപോലെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് ഭാഗത്തേക്കും ഫ്രണ്ട് ഭാഗത്തേക്കും ഇതേപോലെ 3 പീസ് വീതം 6 പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും ഞാൻ ഇതേപോലെ 4 ആയിട്ട് മടക്കിയിട്ട ശേഷം സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്ത പോലെ തന്നെ 6 പാനലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മെയിൻ ഫാബ്രിക്കിനേക്കാളും 1.5 ഇഞ്ച് ലെങ്ത്ത് കുറച്ചിട്ടാണ് ലൈനിങ്ങിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ 4 ആയിട്ട് മടക്കിയിട്ട ശേഷം നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗം സീം അലവൻസും കൂടി ചേർത്ത് 11 ഇഞ്ചായിരുന്നു. അതിൽ 3.5 ഇഞ്ച് ആദ്യം നമ്മൾ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തെടുത്തു. ബാക്കി 11 ഇഞ്ചിൽ വരുന്ന 8 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 8.5 ഇഞ്ച് നമ്മൾ ഈ ഒരു ഓപ്പൺ സൈഡിൽ മാർക്ക് ചെയ്തെടുത്ത് ചരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു 3 പീസ് ഫ്രണ്ട് ഭാഗത്തേക്ക് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് ഭാഗത്തേക്ക് 3 പീസ് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മെയിൻ ഫാബ്രിക്കിൽ നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തത് അതുപോലെ തന്നെയാണ്. ഇനി ഇതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സ്ലീവ്സിന് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല. ഇതേപോലെ തുണി 4 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് 2 സ്ലീവിലേക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഒരു പഫ് സ്ലീവ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ പഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ മേൽഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു പോർഷൻ 2.5 ഇഞ്ചിലേക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും താഴേക്ക് 17 ഇഞ്ചിൽ ലെങ്ത്തും 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് 18 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കായിട്ട് നമ്മുടെ ആം ഹോൾ കർവിൻ്റെ ഭാഗത്ത് 9 ഇഞ്ചാണ് വേണ്ടത്. ഞാനിവിടെ ക്യാപ്പ് ഹൈറ്റ് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു 9 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. അതിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ ഷേപ്പ് ഇതേപോലെ വരച്ചെടുക്കാം. ആദ്യം നമ്മൾ ഇതേപോലെ നോർമൽ സ്ലീവ് വരച്ചെടുത്ത ശേഷം പ്ലീറ്റ്സ് കൊടുക്കേണ്ട ഹൈറ്റിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് ആ ഒരു മിഡ് പോയിൻറ്റിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് മേലോട്ടേക്ക് വരച്ചൊരു ബോക്സ് ആക്കി എടുക്കാം. അവിടെ കേർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. ആ ഒരു പോർഷനാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അടിവശത്ത് 5.5 ഇഞ്ചും 2 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബൈസെപ്സിൻ്റെ അവിടെ 7 ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. മേൽഭാഗത്ത് ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അടിവശത്ത് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു നെറ്റ് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് ബോഡി പാർട്ടിൻ്റെ ഭാഗത്ത് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടാതെ ഈ ഒരു നെറ്റിൻ്റെ മെറ്റീരിയലും അതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തെ ബോഡി പാർട്ട് ആദ്യം ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സൈഡ് വഴി ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഒരു തുണിയാക്കി എടുക്കാം. സ്കേർട്ട് പാർട്ടിൻ്റെ 3 പീസും ഇതേപോലെ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഇതേപോലെ മേൽഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബോഡി പാർട്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതേപോലെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. 2 ടക്സ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ബോഡി പാർട്ടിലേക്ക് ഈ ഒരു നെറ്റിൻ്റെ മെറ്റീരിയലും കൂടി ഫ്രണ്ട് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. താഴെ നിന്നും മേലോട്ടേക്കായിട്ട് 6 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ആ ഒരു ഭാഗം വരെയാണ് ഇതിൻ്റെ നെക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെക്ക് ലെങ്ത്ത് 10 ഇഞ്ചാണ് കിട്ടുന്നത്. നെക്ക് വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊരു ബോക്സായിട്ട് വരച്ചെടുത്ത ശേഷം അതിൽ നമ്മൾ യു നെക്കാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്.
ഈ ഒരു അടിഭാഗത്ത് കുറച്ചും കൂടി വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മേലെ 3 ഇഞ്ച് തന്നെയാണ്. ഇനി നമുക്കതിനകത്ത് യു ഷേപ്പിൽ ഇതേപോലെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ആ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ മേലെ ഈ ഒരു പീസ് വെച്ച് കൊടുക്കാം. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ യോക്ക് പാർട്ടിൽ നമ്മൾ ആദ്യം ഒരു യൂനെക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു നെറ്റ് പീസിൽ ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ക്യാൻവാസിൽ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു തുണിയിൽ അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പീസിൽ നല്ല വശത്ത് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച്, അതായത് ടോട്ടൽ 6 ഇഞ്ച് വീതി. അപ്പോൾ ഈ ഒരു ക്യാൻവാസിൻ്റെ സൈഡ് വഴി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെൻട്രൽ ഭാഗത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ക്യാൻവാസ് ഉള്ളിലേക്ക് തിരിച്ചിട്ടിട്ട് ഇവിടെ ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെറ്റ് പീസിൽ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഷോൾഡർ ഭാഗത്ത് നെറ്റിൻ്റെ പീസും അടിയിൽ വെച്ചിട്ടുള്ള ആ ഒരു ബോഡി പാർട്ടിൻ്റെ പീസും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു നെറ്റിൻ്റെ നെക്ക് ഭാഗത്ത് നമ്മളൊരു ഗോൾഡൻ കളറിലുള്ള ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ബാക്ക് പീസിലെ നെക്ക് ഞാൻ ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ബാക്ക് പീസിൻ്റെ ഈ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ കവർ ചെയ്തിട്ട് ഈ ഒരു ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഫ്രണ്ട് ഭാഗത്തെ ആം ഹോൾ 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് കുഴിച്ച് മുറിച്ചെടുക്കണം. ഇനി ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്തെയും ബാക്ക് ഭാഗത്തെയും സ്കേർട്ട് പാർട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സാണ് ചെയ്തെടുക്കേണ്ടത്. സ്ലീവ്സിൽ ഞാൻ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു നെറ്റിൻ്റെ പീസ് അടിവശത്ത് 1.5 ഇഞ്ച് വീതിയിലൊരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ലീവ്സിൻ്റെ സെൻട്രൽ ഭാഗവും ബോഡി പാർട്ടിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗവും ചേർത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവ്സും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലീവ്സ് മുതൽ താഴെ നമ്മുടെ ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗം വരെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് ഒരുമിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നിന്നും താഴോട്ടേക്ക് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം അടിവശം ഒന്നുകിൽ നമുക്ക് റോൾഡ് ഹെം ഫൂട്ടർ ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ചെറുതായിട്ട് 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു നെക്ക് ഭാഗത്ത് ഇതേപോലെ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുർത്തിയുടെ അടിവശം ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. റോൾഡ് ഹെം ഫൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് വശം ഈ ഒരു ഹിപ്പ് റൗണ്ട് വരുന്നവരെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.